ലിയോയ്ക്ക് 54ാമത്തെ ദിവസമാണ്. അതായത് മറ്റന്നാളാണ് അവന്റെ 56 നമ്മൾ നൂലുകെട്ട് ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. എന്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ അത് അടുത്തെത്താറാവുമ്പോൾ നല്ലൊരു 8ന്റെ പണി കിട്ടും. ആസ് യൂഷ്വൽ പതിവ് തെറ്റിയില്ല, ഈ വട്ടവും കിട്ടി. 8ന്റെ അല്ല, നല്ല 16ന്റെ പണി. കാരണം എന്റെ ഡ്രസ്സ് വന്നിട്ടുണ്ടായിരുന്നില്ല, ബാക്കി എല്ലാവരുടെയും വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഹാഫ് സാരി കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്തതായിരുന്നു. പക്ഷെ എന്താ, അതെനിക്ക് കിട്ടിയില്ല. ഫംഗ്ഷൻ ദിവസമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ എന്റെ തലേനെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നേരെ പോയി സാരി എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പാലക്കാട് ഗണപതിയിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ടിഷ്യൂ കാഞ്ചി സാരി ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. നോക്കിയപ്പോഴെല്ലാം കൊള്ളായിരുന്നു. എനിക്ക് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാരണം മടക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഷൈനിങ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഡ്രൈപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും അത് എന്തോ ഒരു ഡള്ളായി പോകും പോലെ, എനിക്ക് ഭയങ്കരമായിട്ട് വാഷ് ഔട്ട് ചെയ്ത് നിൽക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ ഞാനൊരു 10 കിലോ ഒറ്റയടിക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും വിത്തിൻ 1 മന്ത്. അതുകൊണ്ടാണോ എന്നറിയില്ല, എന്തിട്ടിട്ടും എനിക്ക് എന്തോ ഒട്ടും ചേരാത്ത പോലെ, ഞാൻ ഭയങ്കര ഡള്ളായി ഇരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഇടയ്ക്ക് എൻ്റെ അമ്മയാണെങ്കിൽ എന്നെ നല്ല വഴക്ക് പറയുന്നുണ്ടായിരുന്നു. എല്ലാം നിനക്ക് തലേന്ന് മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെയായിരുന്നു പറയുന്നുണ്ടായിരുന്നു. പിന്നെ എന്തോ പോയി അണ്ണാനെ പോലെയായിരുന്നു. സത്യം പറഞ്ഞാൽ എന്റെ അവസ്ഥ, കാരണം പ്ലാൻ ചെയ്തൊന്നും നടന്നില്ല, വിചാരിച്ച ഡ്രസ്സും കിട്ടിയില്ല. അങ്ങനെ ഫൈനലി കടയടയ്ക്കാറായപ്പോൾ അവർ പറഞ്ഞു, മോളെ ഇതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുമെന്ന്. അതുകൊണ്ട് ഞാൻ അവസാനം ഈ ഒരു സാരിയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം എടുത്ത് വീടെത്തുമ്പോഴായിരിക്കും എടുക്കാത്തതിനെ കുറിച്ച് ആലോചിച്ച് റിഗ്രറ്റ് അടിക്കുന്നത്. അതായിരുന്നു എന്റെ അവസ്ഥ കേട്ടോ. സത്യത്തിൽ ഞാൻ റിജക്ട് ചെയ്ത സാരീനെ കുറിച്ചൊക്കെ എന്ന് വീടെത്തിയിട്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ലിയോ ആണെങ്കിൽ ചെറുതായി കരഞ്ഞു. അവനെ പാൽ കൊടുക്കാൻ വേണ്ടി ട്രയൽ റൂമിലൊക്കെ പോയി. സത്യം പറഞ്ഞാൽ ലിയോ ആണെങ്കിൽ ഭയങ്കര പാവം ബേബിയാണ് കേട്ടോ. കാരണം അവന് പാല് കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഓക്കെ. അവൻ ജനിച്ച 5ാമത്തെ ദിവസം തൊട്ട് ഞാൻ അവനെ കൊണ്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടാണ്. അതായത് പാലക്കാട് ടു കോട്ടയം, എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട്. അപ്പൊ തൊട്ട് അവൻ ഭയങ്കര കോപ്പറേറ്റീവ് ആണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീടെത്തി. അപ്പൊ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.